ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു വനിതാ പോലീസ് സെല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ സ്റ്റെഫിനെ അടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കട്ടോ. എടി ദുഷ്ടി, നിനക്ക് മതിയായില്ലേടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ എസ് സി അവിടേക്ക് വരുന്നുണ്ട്. നന്നായിട്ട് ഇടിച്ചോ, ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നിന്ന നിൽപ്പിനെ കത്തിച്ച് കളയാ വേണ്ടത്. മുറിവുണ്ടായാലേ ആ ഭാഗത്തുനിന്ന് മുറിഞ്ഞ ഭാഗത്തുനിന്ന് തിളിച്ചു വരൂ, അങ്ങനത്തെ ആ ജാതി എന്ന് പറയുമ്പോഴേക്കും അതേ സാറ് വേണമെങ്കിൽ എന്നെ കൊന്നോ, പക്ഷെ പകുതി ജീവൻ ഇട്ടിട്ട് കഴിഞ്ഞാലേ ഞാൻ വീണ്ടും വന്ന് നിങ്ങളേക്ക് ഇല്ലാതാക്കും. സാറിനെ മാത്രമല്ല, സാറിന്റെ കുടുംബത്തിനെ ഞാൻ ഇല്ലാതാക്കും. ആഹാ, നിനക്ക് അത്ര അഹങ്കാരോടി എന്ന് വേണ്ടി വനിതാ പോലീസിനെ ഇടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ അഹങ്കരിക്കട്ടെ, അവളുടെ കൂടെയുള്ളവനെ ഇന്ന് തീർന്നു എന്ന് പറയാണ്. തീർന്നെന്നോ എന്ന് പറയും സ്റ്റെഫി ചോദിക്കുമ്പോഴേക്കും അതേടി, ഗംഗപ്രസാദിന് വരില്ല, അവനെ കാട്ടിലകപ്പെട്ടു, ഇനി തിരിച്ചു വരാൻ അവന് സാധിക്കില്ല. അത് സാറിന് ഗംഗപ്രസാദിന് ശരിക്കും അറിയാത്തോണ്ടാണ്. കാട് കയറിയവനും അവൻ പുറത്തേക്ക് വരും, അവൻ നാട്ടിലേക്ക് ഇറങ്ങും. എനിക്കറിയാം അവന്, നിങ്ങൾക്കറിയാവുന്നേക്കാളും കൂടുതൽ എനിക്കറിയാം. വനിതാ പോലീസിനോട് എസ് എ പറയണ്ട്, ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, കൊടുത്തോ, നന്നായിട്ട് കൊടുത്തോ, കൈയിന്റെ തരിപ്പ് മാറണവരെ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് എസ് എ അവിടെ നിന്ന് പോകാണ്. വനിതാ പോലീസ് രണ്ടടി സ്റ്റെഫിനെ കൊടുക്കുമ്പോ ഒരു അടി വനിതാ പോലീസിനോട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെഫി, ആഹാ നീ എന്റെ മേത്ത് കൈവച്ചലേടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്റ്റെഫിനെ അടിച്ച് മുഖത്ത് നക്കിന് ചോരയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണത് സരയൂനെയാണ്. സരയോ ഓരോരോ പ്ലാൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹരിയേട്ടനോട് ചോദിക്കണ്ട, ഹരിയേട്ടാ ഇതെങ്ങനെയുണ്ട്? കൊള്ളാലോ സരിയു, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സരിയുവിനിപ്പോ. സരിയുവിന്റെ പെർഫോമൻസ് കണ്ടിട്ട് കിരൺ സാർ അടുത്ത മാസത്തെ സാലറിയില് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അയ്യോ എന്തിനാ സാറേ, എനിക്കിപ്പോ ഉള്ള സാലറി തന്നെ ധാരാളമാണ്. എന്റെ കുഞ്ഞെ നോക്കുന്നത് കിരണും കല്യാണിയും രൂപാന്റിയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ചെലവും കാര്യങ്ങളും ഒക്കെ കുറവാണ്. ആകെയുള്ള ചെലവ് എനിക്കും എന്റെ അമ്മക്കും ഉള്ള ചെലവ്, ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ലേ വീട്ടിലുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാലും മിച്ചമുണ്ട് വീട്ടിൽ ബാക്കി പൈസ. എന്നാലും പൈസ ഉണ്ടെങ്കിൽ സേവ് ചെയ്യാലോ സരിയു, അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ ഹരിയേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെയൊക്കെ നമ്മുടെ രതീഷ് വരാട്ടോ. അതെ, അറിഞ്ഞ ഒരു സന്തോഷ വാർത്ത എന്ന് ചോദിക്കുകയാണ്. എന്താ 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 രതീഷ് എന്ന് സരിയു ചോദിക്കുമ്പോ, അതെ മറ്റവനുണ്ടല്ലോ, ആര്, ഗംഗ, അവൻ പുകഞ്ഞു. പുകഞ്ഞെന്നോ? സത്യമാണോ? അതെ, അവനെ പൊകിച്ചു കളഞ്ഞു കിരൺ സാറ്. സത്യമായിട്ടും എന്ന് സരിയ ചോദിക്കുമ്പോ, അതേന്നേ എനിക്കറിയായിരുന്നു കിരൺ അത് ചെയ്യുമെന്ന്. അല്ലെങ്കിലും പാവപ്പെട്ട കല്യാണിന്റെ അമ്മനെ ഇല്ലാതാക്കിയവനല്ലേ. കല്യാണിയുടെ ശാപവും അതുപോലെ തന്നെ കിരണിന്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നം കൊണ്ട് അവൻ ഇല്ലാതായത്. എന്നാലും ഒരു സങ്കടമുള്ളൂ, അവൻ തീരണത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അവനെ ആദ്യമേ ഓടി, അവനെ അമ്പലത്തിലെ അയ്യപ്പസ്വാമിയുടെ വേഷത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഹരിയേട്ടൻ ചിരിക്കാണ്, കൊള്ളാം, നല്ല വേഷം അവൻ ധരിച്ചിരിക്കുന്നത്. അയ്യപ്പസ്വാമി അവന് കളിക്കാൻ പറ്റിയ വേഷം തന്നെ, അയ്യപ്പസ്വാമിയുടെ വേഷം. അയ്യപ്പസ്വാമി തന്നെയാണ് തക്ക ശിക്ഷ കൊടുത്ത്. അവനെന്താ ദൈവത്തോട് കളിക്കാൻ നോക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോ, അതെ, ദൈവത്തോട് കളിച്ചോണ്ടാണ് ദൈവം നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുത്തത്. അതുകൊണ്ടിട്ടെ അമ്പലത്തിൽ വന്ന ആ വേഷം ഇട്ട് അവനെ കൈയോടെ പിടിച്ചു നമ്മുടെ കിരൺ സാറ്. അവൻ അമ്പലത്തിലെത്തിന് മുമ്പേ കിരൺ സാർ അമ്പലത്തിലെത്തി. എന്നിട്ട് അവൻ ഓടി ഓടി ഒരു കാട്ടില് എത്തിയപ്പോഴും കിരൺ സാർ അതിനു മുമ്പേ അവിടെ എത്തി അവനെ പുകച്ച് കാട്ടിലെ മൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടാ വന്നിരിക്കണത്. കേൾക്കുമ്പോ തന്നെ സമാധാനം ഉണ്ട് എന്ന് സരയു പറയാണ്. ആ സമയത്ത് ഇനിയിപ്പോ സരയു പറഞ്ഞു, ഇനിയിപ്പോ ലക്ഷ്മിയമ്മക്കും കാർത്തിക ചേച്ചിക്കൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാലോ. അതെ അതെ, ഇനി കല്യാണമൊക്കെ സന്തോഷമായിട്ട് നടത്താം അല്ലേ രതീഷ്? അതെ, എന്തായാലും കല്യാണമൊക്കെ നന്നായിട്ട് നടക്കും. പിന്നെ അവര് ചെന്നൈയിലെ ബിസിനസ് ഇതാക്കിയിട്ട് ഇവിടേക്ക് വരാൻ പോകുന്ന കേട്ടത്. അങ്ങനെയെങ്കിൽ കിരൺ സാറിന്റെ ബിസിനസിന്റെ കൂടെ ആ ബിസിനസ്സും കൂടി ചേരും, നമ്മുടെ കമ്പനി വലുതാകും എന്ന് ഹരിയേട്ടൻ പറയുമ്പോഴേക്കും അത് നല്ല കാര്യമല്ലേ എന്ന് രതീഷ് പറയാണ്. എന്തായാലും ഈ വാർത്ത ഞാൻ ഇവിടെ വന്ന് പറയാൻ വേണ്ടി വന്നതാ, ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടെ ഞങ്ങൾ പോകുവാട്ടോ. അപ്പൊ സരിയുവിനെ സന്തോഷമാവാണ്. സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അവിടെ ഇരിക്കാട്ടോ. ശേഷം സരിയു നേരെ പോണത് ജയിലിലേക്കാണ്, രാഹുലിനെ കണ്ടി സന്തോഷ വാർത്ത പറയാനായിട്ട്. അങ്ങനെ രാഹുലിനെ കാത്ത് സരി ഇങ്ങനെ സെല്ലിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാട്ടോ. രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളായിരുന്നു വന്നത്. അതെ, പിന്നെ താൻ ആരാന്ന് വിചാരിച്ചു? മോളെ, ഇന്നും നീ മോൾക്ക് സന്തോഷമുള്ള വാർത്തയൊന്നും കേൾപ്പിക്കാൻ എനിക്ക് സാധിക്കണില്ല. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അതിനെ സാധിക്കുന്ന ഒരാളേ ഉള്ളൂ, കിരൺ. അവനിപ്പോ എന്റെ കൂടെയുണ്ട്. അവൻ എനിക്ക് വാക്ക് തന്നിരിക്കുക, അവൻ മനോഹറിനെ പുറത്തിറങ്ങിയ ഇല്ലാതാക്കുമെന്ന്. അവൻ എന്റെ കൂടെയുണ്ട്. അതേ മോളെ, അവൻ നിന്റെ കൂടെ തന്നെയുണ്ട്. നോക്ക്, ആ കല്യാണം ഇല്ലാതായി കഴിഞ്ഞാൽ നിനക്ക് അവനെ സ്വന്തമാക്കാം. അവനൊരിക്കലും സ്വന്തമാക്കണം ഞാൻ ആഗ്രഹിച്ചതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു അത്, അവരത്തെ തള്ളിക്കളത്. പക്ഷെ എനിക്കിപ്പോ വിഷമമൊന്നുമില്ല, കാരണം കിരണും കല്യാണിയും എന്റെ കൂടെ തന്നെയുണ്ട്. മോളെ, കല്യാണി ഞങ്ങളുടെ ഒഴിവാക്കിയേക്ക്, കിരണ നിനക്ക് വീണ്ടും കെട്ടാലോ? നിർത്ത്, ഞാൻ പറയാൻ വന്നതേ അതൊന്നുമല്ല എന്ന് പറയാണ്. പിന്നെ മോൾ എന്താ സന്തോഷ വാർത്ത എന്നൊക്കെ പറഞ്ഞത്? വേറൊന്നുമല്ല, നിങ്ങൾക്കൊരു ആയുധം ഉണ്ട് ഇവിടെ, മനോഹറിനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇല്ലാതാക്കാം. നിങ്ങൾ ജയിലിന്റെ ഉള്ളിൽ തന്നെ കിടക്കാണ്, പകുതി സമയം പുറത്ത് പണി ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾക്ക് മനോഹറിനെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പുറത്തു പോയല്ലോ, ഗംഗപ്രസാദ്, അവൻ അങ്ങോട്ട് ഇല്ലാതായിട്ടോ. മോൾ എന്തൊക്കെയായി പറയണത്?
അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഗംഗപ്രസാദ് തീർന്നു, അവൻ മരിച്ചു എന്ന് പറയാണ്. അവൻ മരിച്ചെന്നോ? ആ, അതെ, അവൻ ഇല്ലാതായി എന്ന് പറയാണ്. ആരാ ഇല്ലാതാക്കിയത്? അത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാലോ ആരായിരിക്കുമെന്ന്. കിരണേ, ചുണക്കുട്ടിയാ. കിരൺ ചുണക്കുട്ടിയാണ്. ഗംഗപ്രസാദ് മരിച്ചു എന്ന് നീ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി കിരൺ തന്നെയാണ് അവനെ കൊന്നേന്ന്. അതെ, എന്റെ മോളെ നോക്കണതേ കിരണും അതുപോലെ തന്നെ കല്യാണിയാണ്. പിന്നെ എല്ലാവരും ഉണ്ട് എന്റെ മോളെ നോക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ അവളുടെ ശത്രുവായിട്ടുള്ള ഗംഗപ്രസാദ് മരിച്ചത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി ഇവിടെ ഒരുത്തനുണ്ട്, മനോഹർ. അവൻ പുറത്തുപോയാലും അവന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സരി അവിടുന്ന് പോവാട്ടോ. അതിലും ഗംഗ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ രാഹുലിന് ചെറിയ ഷോക്ക് ആവുന്നുണ്ട്. രാഹുൽ തിരിച്ച് ജയിലിനുള്ളിലേക്ക് വരുമ്പോഴേക്കും അവിടെയുള്ള ഒരു പുള്ളിക്കാരൻ ചോദിക്കണ്ട, അല്ലടോ ആരാ വന്ന് തന്നെ കാണാനായിട്ട്? എന്റെ മോളാ. ആഹാ, മനോഹർ മരിച്ചു എന്നറിയാൻ വേണ്ടി വന്നതായിരിക്കും അല്ലെ? അതൊന്നല്ല, അവളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യമാ അത്? നമ്മുടെ ഗംഗ പോയി എന്ന് പറയാണ്. എവിടേക്ക് പോയെന്ന് എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ മരിച്ചുപോയി എന്ന് പറയാണ്. അത് കേൾക്കുന്ന മനോഹരം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ജയിലിലുള്ള എല്ലാവരും കൂടി, ആ കുറ്റവാളികളെല്ലാം കൂടി രാഹുലിന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാണ്. എങ്ങനെ മരിച്ചു എന്നാ പറഞ്ഞത്? അതൊന്നും അറിയില്ല. അപ്പോഴേക്കും മനോഹർ പറഞ്ഞിട്ട്, വേറെ ആര് കൊല്ലാനാ? ഒന്നില്ലെങ്കിൽ കിരൺ, അല്ലാന്നുണ്ടെങ്കിൽ കിരണിന്റെ അച്ഛൻ ചന്ദ്രസേനൻ. അവർക്കെല്ലാം അതിനുള്ള ധൈര്യമുള്ളൂ. എന്തായാലും ഗംഗേട്ടത്തിന് അപ്പോഴേ പറയണം അവരായിട്ട് കളിക്കാൻ നിൽക്കണമെന്ന്. അപ്പൊ അവനെ ഭയങ്കര ആത്മവിശ്വാസം, അവനെക്കാളും വലിയ ആളാണ് ഗംഗയെന്ന്. അവൻ കിരണിന്റെ മുമ്പിൽ നിന്ന് ഗംഗ ഒന്നുമല്ല. ഇപ്പൊ എന്തായി? നിനക്കിപ്പോ സന്തോഷമായിട്ടുണ്ടാവും അല്ലേടാ എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ, അതെ, എനിക്ക് സന്തോഷമായി. കാണേ, എന്റെ മോളെ പൊന്നുപോലെ നോക്കുക കിരണും കല്യാണിയൊക്കെ. അതുകൊണ്ടിട്ടും അത് മാത്രല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവരെ പോലും ഒരു ജീവിച്ചിരിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ ഗംഗനെ പോലും ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. എടാ, നിന്നെ ഞാൻ കൊല്ലൂടാ എന്ന് പറയുമ്പോ, തന്നെ കൊല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞോ എന്നൊക്കെ മനോഹർ പറയണ്ട്. രാഹുലിന് ദേഷ്യം വരുവാട്ടോ. ശേഷം മനോഹർ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, ഗംഗ മരിച്ചു, ഞാൻ അത് ആഗ്രഹിച്ചതാണ്. കിരണും കല്യാണിയൊക്കെ പാവങ്ങളാണ്. അത് മാത്രല്ല, കാർത്തിക, ലക്ഷ്മി അമ്മ, അവരൊക്കെ നാളെ എന്റെ മോളെ പൊന്നുപോലെ നോക്കും. എന്റെ മോളുടെ കാര്യങ്ങളൊക്കെ ഇനി നോക്കാൻ പോണത് അവരാ. അവരുടെ കൂട്ടത്തിൽ വളരുന്ന എന്റെ മോള് നല്ല കുട്ടിയാകും. അതുകൊണ്ട് അവർക്കൊന്നും ഒരു ആപത്ത് സംഭവിക്കാൻ പാടില്ല എന്ന് മനോഹറും മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കല്യാണിനെ, കാർത്തികനെ, ലക്ഷ്മി അമ്മേനെയാണ്. കല്യാണി കാർത്തികയുടെ വീട്ടിലേക്ക് വന്നിരിക്കാട്ടോ. കാർത്തിക കല്യാണി അടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോ ഗംഗപ്രസാദ് മരിച്ചല്ലോ, കല്യാണം കുറച്ച് നീട്ടി വെച്ചാലും കുഴപ്പമില്ല കല്യാണി, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. എന്തായാലും നിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് കല്യാണം നടത്താം. ചേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ മരിച്ചതിന്റെ വേദന എനിക്ക് ഒരിക്കലും മാറില്ല. പിന്നെ അമ്മയുടെ അവസാന ആഗ്രഹമായിരുന്നു ചേച്ചിയുടെ കല്യാണം. പിന്നെ ചേച്ചിയുടെ രണ്ടാനച്ഛന്റെയും ആഗ്രഹമായിരുന്നല്ലോ ചേച്ചിയുടെ കല്യാണം എന്നുള്ളത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. അതല്ല, അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട്, മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം ഗംഗപ്രസാദിന്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, മനുഷ്യ ബോംബായിട്ട് വരാൻ മടിക്കാത്തവര്. അവര് ചിലപ്പോ വന്നാലോ? ലക്ഷ്മിയമ്മേ, തല പോയി കഴിഞ്ഞു, ഇനി വാലിന് എന്തിനാ പേടിക്കണത്? അവര് വരട്ടെ, അല്ലെങ്കിൽ ശത്രുക്കൾ ഒരിക്കലും ഒഴിഞ്ഞിരിക്കില്ലല്ലോ നമുക്ക്. ഞങ്ങൾ ജനിച്ചപ്പോ തൊട്ട് ശത്രുക്കൾ നമുക്കില്ലേ? ആദ്യം ജനിച്ചപ്പോ അച്ഛനായിരുന്നു ശത്രു, അച്ഛനും അമ്മൂമ്മയും. ചേച്ചിനും ഓടയിലിരുന്നിട്ടല്ലേ അവര് പോയത്. പക്ഷെ ഞാൻ 22 വർഷം വരെ അനുഭവിച്ചു. ഇടയ്ക്ക് ഞാൻ രാത്രി വിചാരിക്കാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അച്ഛൻ എന്നെ കൊന്ന് പുഴയിലേക്ക് എറിയോന്ന്. അതുകൊണ്ട് നമുക്ക് ഓരോ സമയത്ത് ഓരോരോ ശത്രുക്കളുണ്ട്. അതൊന്നും ആലോചിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ചേച്ചി അണിഞ്ഞൊരുങ്ങി കതിർ മണ്ഡപത്തിലേക്ക് വന്നാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടുന്ന് പോവാട്ടോ. പിന്നീട് കാണിക്കണ ദിലീപിനെയാണ്. ദിലീപ് സന്തോഷത്തോടു കൂടി തന്നെ അച്ഛന്റെ അമ്മയടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അച്ഛ, അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താടാ മോനെ? അതെ, അവനുണ്ടല്ലോ ഗംഗ, അവൻ പോയി. പോയെന്നോ? അതേന്നേ, കിരൺ അവനെ ഇല്ലാതാക്കി. ഹാവോ, സമാധാനേ. അവന്റെ അല്ലെങ്കിൽ ജാതകം കിരൺ തന്നെ കീറുന്നു ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഇനിയിപ്പോ സമാധാനേ, സന്തോഷത്തോടെ കല്യാണം എല്ലാരും വിളിക്കാലോ. കല്യാണം വിളിക്കുമ്പോൾ മനസ്സിലൊരു ടെൻഷൻ ആയിരുന്നടാ എന്ന് അമ്മ പറയുമ്പോ, അമ്മേ, പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. ആ ഗംഗ പ്രസന്റ് ഈ പറയുന്ന പോലെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ മറ്റുള്ളല്ലോ, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു, അവനെ കല്യാണം കഴിക്കാൻ പോണെന്നൊക്കെയാ പറഞ്ഞത്. അവള് ജയിലിലുമായി എന്ന് പറയാണ്. ഹാവു, സമാധാനേ, ഇനി കല്യാണം സന്തോഷത്തോടെ നടത്താം എന്നൊക്കെ ദിലീപിന്റെ അച്ഛനും അമ്മയും പറയാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെയാണ്. കല്യാണി വീട്ടിലിങ്ങനെ ഉമ്മറത്തിരിങ്ങനെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കട്ടോ, പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. കൂടെ ആരും തന്നെയില്ല. പെട്ടെന്ന് കല്യാണി മുറ്റത്തേക്ക് നോക്കുമ്പോഴേക്കും നമ്മുടെ അമ്മുമ്മ അങ്ങോട്ട് വരുവാട്ടോ. അമ്മുമ്മനെ കാണുമ്പോ തന്നെ കല്യാണി പൊട്ടിക്കരയാണ്. അമ്മുമ്മ കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കല്യാണി അമ്മുമ്മനെ കെട്ടിപ്പിടിച്ചോണ്ട്, അമ്മുമ്മേ, അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ, മോളെ കരയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ അമ്മുമ്മ. അത് കണ്ടുകൊണ്ട് പ്രകാശം വരുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.